ഇനി നമ്മൾ മൊഡ്യൂൾ 4 പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ്സ്, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ് വാച്ച്, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്, ഇത്രയുമാണ് ഈ മൊഡ്യൂളിൽ പറയാനുള്ളത്. ആംനസ്റ്റി ഇൻ്റർനാഷണലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. അതൊരു സർക്കാർ ഇതര സംഘടനയാണ്. 1961 മെയ് 28 ഇത് സ്ഥാപിതമായത്. പീറ്റർ ബെറൻസൺ എന്ന ബ്രിട്ടീഷ് അഭിഭാഷകൻ ലോകമെമ്പാടുമുള്ള ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് മോചനം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. ലണ്ടനിലെ ഈസ്റ്റേൺ സ്ട്രീറ്റിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇപ്പോൾ ഇത് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. 150-ലധികം രാജ്യങ്ങളിലായിട്ട് 11 ലക്ഷത്തോളം അംഗങ്ങളുണ്ട്. ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ 70 രാജ്യങ്ങളിലായി 6000-ലധികം പ്രാദേശിക ഗ്രൂപ്പുകളായിട്ട് ഇത് പരന്നു കിടക്കുന്നുണ്ട്. ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് 1977 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി പുതിയ കാലത്ത് വിപുലീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ദൗത്യം ശാരീരികവും മാനസികവുമായ സമഗ്രത, മനസാക്ഷി, ആവിഷ്കാര സ്വാതന്ത്ര്യം, വിവേചനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം വാദിക്കുന്നുണ്ട്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഹ്യൂമൻ വാച്ച് തുടങ്ങിയ ഗ്രൂപ്പുകൾ തയ്യാറാക്കുന്ന വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ മനുഷ്യാവകാശ സാഹചര്യം എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത്. പരക്കെ അംഗീകരിക്കപ്പെട്ട പ്രാദേശികവും അന്തർദേശീയവുമായ ഉടമ്പടികൾ ഉണ്ടായിരുന്നിട്ടും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇപ്പോഴും ഈ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ.